അശ്വിനിയും കൂടെ നമ്മൾ. അപ്പോൾ എസ് കെ ഈ ഇപ്പോൾ എല്ലാ ആഘോഷങ്ങളും ഒത്തുചേരൽ ആഘോഷങ്ങളാണ്. ക്രിസ്മസും അങ്ങനെ ഒത്തുചേരൽ ആഘോഷമാണ്. ലോകത്തെവിടെയാണെങ്കിലും ആ ദിനം സ്വന്തം വീട്ടിലെത്തി സ്വന്തം നാട്ടുകാരെ കണ്ട് അവർക്കൊപ്പം ആഘോഷിക്കാതെ മലയാളിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഒത്തുചേരൽ വിഷയത്തിൽ നമ്മൾ പോവാണ്. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ചേരുകയാണ്. കോട്ടയം തള്ളകത്തുള്ള പ്രിന്റുവിൻ്റെ വീട്ടിലെ ക്രിസ്മസ് ഒത്തുകൂടലിൻ്റെ വിശേഷങ്ങളാണ് ടോബി പറയുന്നത്. ടോബിയിലേക്ക്. ക്രിസ്മസ് എന്ന് പറയുന്നത് ഒത്തുചേരലിന്റെയും കൂടിച്ചേരലിന്റെയും ഒക്കെ ഒരു അവസരം, ഒരു വേദിയും കൂടിയാണ്. എന്തായാലും ഇത്തവണയും അതുപോലെ തന്നെയാണ് ക്രിസ്മസ് ആഘോഷം പുരോഗമിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്നോടൊപ്പം ഉള്ളത് തെള്ളകത്തെ പ്രിന്റുവിന്റെ ഫാമിലിയാണ്. അവിടെയും ഇതുപോലെ വലിയൊരു കൂട്ടായ്മ, ഒരു ഒത്തുചേരൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കാനാണ് ദൈവം പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല, കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം വന്ന് ഒത്തുകൂടുന്ന ഒരു വേളയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അവരും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് പ്രിന്റുവിനോട് തന്നെ ആദ്യം ചോദിക്കാം, എങ്ങനെയാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ? എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു? അതെ, നോയമ്പ് വീടാനുള്ള തയ്യാറെടുപ്പുകളായി. ഇപ്പം കൂട്ടുകാരും അമ്മയും കുടുംബവും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ആഘോഷിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇപ്പം പഴയ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒരു വലിയ ആഘോഷമായിരുന്നു. കരോളിനൊക്കെ ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് ഇറങ്ങുന്നു. രാത്രി 12 1 മണി വരെ കരോളിന് പോകുന്ന ഒരു ഓർമ്മയും. അന്ന് പാപ്പാടെ ഡ്രസ്സൊന്നും ഇത്ര ഫേമസ് ഒന്നും അല്ല. അന്നൊക്കെ നൈറ്റിയൊക്കെ തിരിച്ചിട്ടിട്ടൊക്കെ ഉള്ള പാപ്പാടെ ഡ്രസ്സൊക്കെ ഇട്ടും ജാറ് ഡ്രംസ് ആക്കി ഉപയോഗിച്ചും അതൊക്കെയാണ് പഴയ ഓരോ ഓർമ്മകൾ. അങ്ങനെ തന്നെയായിരുന്നു പഴയ കാലത്ത്. ഇവിടുത്തെ ഒരു കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. പഴയ കാലത്ത് കഴിഞ്ഞാൽ ഒത്തിരിയേറെ ക്ലബ്ബുകൾ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ഈ പ്രദേശത്ത്. ഈ പ്രദേശത്തെ ക്ലബ്ബുകൾ കരോളുമായിട്ട് വൈകുന്നേരം മുതൽ ഇറങ്ങുകയും വളരെ കൂട്ടായ്മയും സൗഹൃദവും നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും വന്ന് കൂടുന്നു പോകുന്നു എന്നല്ലാതെ ആഘോഷങ്ങൾ പഴയ കാലത്തെ പോലെയുള്ള ഒരു ആഘോഷങ്ങളുണ്ട്. പക്ഷേ ഒരു കൂട്ടായ്മ കുറവുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. എന്തായാലും അതാണ്, കൂട്ടായ്മ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കിപ്പോൾ ഇവിടെ തന്നെ കാണാം, ഈ കുടുംബത്തിൽ തന്നെ ഇതുണ്ടോ, കൊച്ചു കുട്ടികൾ മുതൽ പുതുതലമുറയിലെ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ തലമുതിർന്ന അച്ഛനും ഇവിടെയുണ്ട്. അച്ഛൻ, എങ്ങനെയാണ് ഇത്തവണ നോമ്പ് വിടാനുള്ള എല്ലാ തയ്യാറെടുപ്പും? നോമ്പ് വിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി പിള്ളേരോടുള്ള ഒത്തൊരുമിച്ചുള്ള ഒരു ക്രിസ്മസാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിള്ളേരുടെ കൂട്ടുകാരും കൊച്ചു പിള്ളേരും ഒക്കെ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ആഘോഷം. എന്താണ് ഇത്തവണത്തെ ക്രിസ്മസിന്റെ സ്പെഷ്യലുകളൊക്കെ? എന്താണ്, വല്ലതും തയ്യാറാക്കിയിട്ടുണ്ടോ? സ്പെഷ്യൽ എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ചിക്കന്, ബീഫ്, പിന്നെ അപ്പം, അങ്ങനെ എല്ലാം ഞങ്ങൾ തിരുമ്പി എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് നാളത്തേന് വേണ്ടി, നോമ്പ് ഇടാൻ വേണ്ടി. അതെ. എങ്ങനെയാണ് ഇതൊരു ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.